വഖഫ് ബിൽ ഇന്ത്യൻ പാർലമെന്റിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ലോക്സഭയിൽ അത് പരാജയപ്പെട്ടു. പക്ഷേ ചർച്ചകളെല്ലാം വഴിമാറ്റുന്ന കാര്യത്തിൽ CPM അതിശക്തമായി മുന്നിൽ നിന്നു. എങ്ങനെയാണ് ചർച്ചകൾ മാറ്റിയത്? രാഹുൽ ഗാന്ധിക്കെതിരെ BJP പോലും നടത്താൻ ആഗ്രഹിക്കാത്ത ആക്രമണമാണ് CPMന്റെ സൈബറിടങ്ങളിൽ CPMന്റെ സമുന്നത നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്നാണ് ഇത്തരം നേതാക്കന്മാരുടെ പരാമർശം. നോക്കൂ, ആരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ച് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആ മുന്നണിക്കെതിരെ ഇന്ത്യയാസകലം പാഞ്ഞു നടന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഐതിഹാസിക രാഷ്ട്രീയ നായകന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാൾക്ക് പറയാതിരിക്കാൻ സാധിക്കുമോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയുണ്ട്, ഭാരത് ജോഡോ യാത്ര. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് മഞ്ഞു പെയ്യുന്ന ജമ്മു കശ്മീരിന്റെ താഴ്വാരത്തിലേക്ക് രാഹുൽ ഗാന്ധി ആ യാത്ര നടത്തി എത്തിയപ്പോഴാണ് ഇന്ത്യയിൽ BJPയെ പിടിച്ചുകെട്ടാൻ കഴിയുന്ന ഒരു മുന്നണി പോരാളി ഈ രാഷ്ട്രത്തിനകത്ത് പിറവി കൊണ്ടിട്ടുണ്ട് എന്ന സത്യം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. ആ ജാഥയിൽ അദ്ദേഹം നേരിട്ട എത്രയെത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഠിനമായ മുട്ടുവേദന പോലും മാറ്റിവെച്ചുകൊണ്ടാണ് എല്ലാ ദിവസങ്ങളിലും തുടർച്ചയായി വളരെ സൗമ്യമായ ഭാഷയിൽ ഒരു ഗാന്ധിയൻ നിലപാട് ഇന്ത്യയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ യാത്ര നടത്തിയത്. ആ യാത്ര നടത്തിയതിന് ശേഷമാണ് ഇന്ത്യ മുന്നണി അതിശക്തമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ആ മുന്നണി രൂപീകരിക്കുമ്പോൾ എത്ര വിട്ടുവീഴ്ചകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും കോൺഗ്രസ് 2-മത്തെയോ 3-മത്തെയോ പാർട്ടിയായി മത്സരിച്ചു. അതാത് സംസ്ഥാനങ്ങളിലെ ഘടകകക്ഷികൾക്ക് പരമാവധി സീറ്റ് നൽകിക്കൊണ്ട് BJPയെയും NDAയെയും പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന അസന്നിഗ്ധമായ ലക്ഷ്യം നിറവേറ്റാൻ രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചു. അതിന്റെ പേരിൽ ഇന്ത്യയിലെ 18ഓളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു മുന്നണി ഉണ്ടായി. ഉത്തർപ്രദേശിന്റെ മണ്ണിൽ പോലും 30-ലധികം സീറ്റുകൾ സ്വന്തമാക്കി ഐതിഹാസികമായ മുന്നേറ്റമുണ്ടാക്കി ഇന്ത്യ മുന്നണി. ആ സമയത്തെല്ലാം രാഹുലിനെ എല്ലാവരും വാഴ്ത്തിപ്പാടി. ഈ മുനമ്പം വിഷയം വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിലെ 80% വരുന്ന ഹൈന്ദവ സമുദായത്തെ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അജണ്ടയാക്കി മാറ്റി ഇന്ത്യയെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ ശ്രമിക്കുന്ന ഒരു മുന്നണി അധികാരത്തിലേക്ക് കടന്നു വരുമ്പോഴും വളരെ ചെറിയ ശതമാനം മാത്രം വരുന്ന ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളോടൊപ്പം ഹൃദയം നൽകി നിന്ന ഒരു മഹാനായ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ ഓർമ്മിക്കണം. 21 കേസുകളാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ളത്. ഈ 21 കേസുകളിലും അറ്റൻഡ് ചെയ്യാൻ കോടതിയിൽ കയറി കോടതിയുടെ മുമ്പിൽ നിൽക്കാൻ തലങ്ങും വിലങ്ങും ഓടുകയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി. സ്വന്തം പാർലമെന്റ് അംഗത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായപ്പോഴും അതിലൊന്നും കൂസാതെ അതിനു മുന്നിൽ ഈ ഗവൺമെന്റിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറാകാതെ അചഞ്ചലമായ പോരാട്ട വീര്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുന്നിൽ കാണിച്ച രാഹുൽ ഗാന്ധിയെ ഒരു ദിവസം അദ്ദേഹം മൗനിയായി മാറി എന്ന അപഖ്യാതി അദ്ദേഹത്തിന്റെ മുകളിൽ ചുമത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്യ CPM ആണ്. ആ രാഹുൽ ഗാന്ധി വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടെന്താ? മമതാ ബാനർജിയോട് പോലും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനോട് പോലും അത്ര വലിയ ആഭിമുഖ്യം ഇല്ലാത്തൊരു ഘട്ടത്തിൽ പോലും അത്തരം പാർട്ടികളുമായി നിരന്തരം ബന്ധം പുലർത്തി. ആ നേതാക്കന്മാരുമായി എല്ലാം സംസാരിച്ചു. വഖഫ് വിഷയത്തിൽ മുന്നണിയിലെ ഒരു വോട്ട് പോലും പാഴാകരുത് എന്ന് വളരെ ശക്തമായ നിലപാടെടുത്ത് അതിനു വേണ്ടി മുന്നിൽ നിന്ന് പോരാടിയ ഒരു മനുഷ്യനെയാണ് കുരിശിൽ കയറ്റാൻ
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തയ്യാറാകുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് MP-മാരുടെ യോഗം പ്രത്യേകമായി വിളിച്ചു ചേർത്തു. ആ MP-മാരുടെ യോഗത്തിൽ ആരൊക്കെ എന്തൊക്കെ പ്രസംഗിക്കണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയതും രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെയാണ് ഇപ്പോൾ വഖഫ് വിഷയത്തിൽ ലോക്സഭയിൽ സംസാരിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ആക്രമിക്കാൻ മുന്നോട്ട് വരുന്നത്. ഈ ഒരു വിഷയത്തോടുള്ള വളരെ കർശനമായ നിലപാട് രാഹുൽ ഗാന്ധിയുടെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെകളിൽ അദ്ദേഹം നടന്നു വന്ന വഴികളിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നെഞ്ചു നൽകി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയത്തിനതീതമായുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടു നടക്കണം എന്നാഗ്രഹിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പോലും സ്വീകരിക്കേണ്ട ഒരു സമീപനം. നമ്മൾ ഓർമ്മിക്കേണ്ടത് രാഹുൽ ഗാന്ധി എത്രയോ ദശകങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണ്. സ്വന്തം പ്രിയപ്പെട്ട പിതാവ് ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണപ്പോഴും സ്വന്തം പ്രിയപ്പെട്ട മുത്തശ്ശി ഈ രാജ്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വരിച്ചപ്പോഴുമെല്ലാം നഷ്ടപ്പെടാതെ സൂക്ഷിച്ച അചഞ്ചലമായ ഒരു മനസ്സുണ്ട് രാഹുൽ ഗാന്ധിക്ക്. ആ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ അധികാര സോപാനത്തിൽ എത്തിച്ചേരാനുള്ള നാളുകൾ ഉണ്ടായിരുന്നു. അന്നും ഒരു കേന്ദ്രമന്ത്രിയാകാൻ തയ്യാറാകാതെ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് പാർട്ടിയെ വളർത്താനുള്ള ഏറ്റവും തീഷ്ണമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ ഒരു മനുഷ്യൻ ഇന്ന് ഇന്ത്യൻ സെക്യുലറിസത്തിന്, മതേതരത്വത്തിന് കാവലാളായി നിൽക്കുന്ന ഒരു മനുഷ്യനെ വേട്ടയാടാൻ ഏതെങ്കിലും ഒരു BJP വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനം ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുള്ളുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് BJP വിരുദ്ധതയല്ല, മറിച്ച് കോൺഗ്രസ് വിരുദ്ധത തന്നെയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കേരളത്തിലെ ചില സൈബർ ഇടങ്ങളിലെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ചില മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഗ്രൂപ്പുകൾ രാഹുൽ ഗാന്ധി ആക്രമിക്കുകയാണ്. ആ ആക്രമണം യഥാർത്ഥത്തിൽ മലർന്ന് കിടന്ന് തുപ്പി ആ തുപ്പൽ സ്വന്തം ദേഹത്തേക്ക് തന്നെ പതിപ്പിക്കുന്നതിന് തുല്യമാണ്. രാഹുലിനെ സംരക്ഷിക്കുക, രാഹുലിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുക എന്നത് ഈ രാജ്യത്തിന്റെ സെക്യുലറിസം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്.